പാപപങ്കിലമായ മനസ്സുമായി ഒരാൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നു. തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞ് എനിക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, അതിനെന്തു ചെയ്യണം? അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും തൗബ നേടാനും 5 കാര്യങ്ങൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യാൻ താങ്കൾക്ക് തോന്നിയാൽ അള്ളാഹു തന്ന ആഹാരം താങ്കൾ കഴിക്കരുത്. അയാൾ പറഞ്ഞു, ശരി, രണ്ടാമത്തേത് പറയൂ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നിയാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് പുറത്തു കടക്കുക. അയാൾ പറഞ്ഞു, ശരി, മൂന്നാമത്തേത് പറയൂ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു കാണാത്ത സുരക്ഷിതമായ ഒരിടം താങ്കൾ അന്വേഷിക്കണം. അയാൾ പറഞ്ഞു, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, നാലാമത്തെ കാര്യം പറയൂ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വന്നാൽ താങ്കൾ പറയണം, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വരെ കാത്തിരിക്കൂ. അത് കേട്ട് അയാൾ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്രതീക്ഷിതമായി മരണം വരുമെന്നും മലക്കുൽ മൗത്ത് ആരെയും കാത്തിരിക്കില്ല എന്നും അറിഞ്ഞിട്ടും പിന്നെ താങ്കൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അയാൾ പറഞ്ഞു, ശരി, അഞ്ചാമത്തെ കാര്യം പറയൂ ഉസ്താദേ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത്യനാളിൽ സബാനിയ വിഭാഗം മലക്കുകൾ വന്ന് നരകത്തിലേക്ക് താങ്കളെ വലിക്കുമ്പോൾ അവരുടെ കൂടെ പോകരുത്. അവരെ തട്ടിമാറ്റി താങ്കൾ സ്വർഗത്തിലേക്ക് സ്വയം അങ്ങ് ചെല്ലണം. അയാൾ പറഞ്ഞു, അവരെന്നെ വിട്ടുപോവുകയോ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയോ ഇല്ലല്ലോ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്ഭുതം തന്നെ മനുഷ്യ, അള്ളാഹുവിൻ്റെ റിസ്ക് ഭക്ഷിച്ച് അവൻ്റെ ഭൂമിയിൽ താങ്കൾ ജീവിക്കുന്നു. അള്ളാഹു എല്ലായിടവും കാണുകയും ചെയ്യുന്നു. മരണത്തെ തടയാനോ സ്വർഗവും നരകവും തിരഞ്ഞെടുക്കാനോ കഴിയുകയുമില്ല. എന്നിട്ടും എങ്ങനെ താങ്കൾ തെറ്റ് ചെയ്യുന്നു? അതെല്ലാം കേട്ട് അയാൾ പറഞ്ഞു, എനിക്കിത്രയും മതി, ഞാൻ അള്ളാഹുവോട് തൗബ ചെയ്തു മടങ്ങുന്നു. അങ്ങനെ അയാൾ സന്മാർഗത്തിലായി തന്നെ പിന്നീടുള്ള കാലം ജീവിച്ചു. അള്ളാഹു നമുക്ക് നന്മകൾ ഒരുപാട് ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും തൗഫീഖ് നൽകട്ടെ.